ഈ കേരളത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കാൻ ഒരു സമുദായത്തെ കിട്ടുമോ എന്ന കാഴ്ചപ്പാടിൽ ആരെങ്കിലും ഇറങ്ങി തിരിച്ചാൽ ഇത് കേരളമാണ്, തിരിച്ചടിക്കും ഈ കേരളം. പുതിയ തിരിച്ചറിവുകളുടെ തെരഞ്ഞെടുപ്പാണ് 2024. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകനും ഭാവിയുടെ പ്രധാനമന്ത്രിയും എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തിപ്പാടിയ രാഹുൽ ഗാന്ധിയുടെ അപദാനങ്ങൾ കേട്ട് ജനങ്ങൾ അങ്ങോട്ടേക്ക് ഒഴുകിയെങ്കിൽ ഇന്ന് തിരിച്ചറിയുന്നൊരു കാര്യം, പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ലഭ്യമല്ലാത്ത പതനത്തിലേക്കാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോയത്. ഇപ്പോൾ തന്നെ UDF-ന്റെ മാധ്യമങ്ങളും പറയുന്നു പഴയ രാഹുൽ ഗാന്ധിയല്ല ഇപ്പോൾ വന്ന രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വന്ന് തല താഴ്ത്തി മത്സരിക്കേണ്ടി വന്നിരിക്കുന്നു. കൊടി താഴ്ത്തുക മാത്രമല്ല, തല താഴ്ത്തി മത്സരിക്കേണ്ടി വന്നിരിക്കുന്നു. നരേന്ദ്രമോദിക്കെതിരായ ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ശക്തി ദുർഗമീ കേരളം, മതനിരപേക്ഷതയുടെ ശക്തി ദുർഗമീ കേരളം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന്റെ തണലിൽ ഒരുക്കപ്പെടുന്ന സമാധാന ജീവിതത്തിന്റെ ഒരു സാക്ഷ്യം, ഒരു സൗഖ്യം, ഇവിടുത്തെ എല്ലാ വിശ്വാസ സമൂഹത്തിനും ആശ്രയിക്കാവുന്ന ആരൂഢമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കാണാനാകുമെന്നുള്ളതാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റത്തിന്റെ തലം. അവിടെ ഈ കേരളത്തിലെ സർക്കാരിനെ തകർക്കാൻ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ MP-മാർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നടത്തിയ ഗൂഢാലോചന നാം തകർത്തു. നവകേരള സദസ് ഉൾപ്പെടെയുള്ള മുന്നേറ്റങ്ങളിലൂടെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മന്ത്രിസഭ ഡൽഹിയിൽ നടത്തിയ, മുഖ്യമന്ത്രി പങ്കെടുത്ത, ജനപ്രതിനിധികൾ നടത്തിയ സമരങ്ങളിലൂടെ നാം ബോധ്യപ്പെടുത്തിയത് എന്താണ്? കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഇടതുപക്ഷമേ ഉള്ളൂ. കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട വിശ്വൻ ചേട്ടൻ എത്തിയിട്ടുണ്ട്. കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യമേ ഉള്ളൂ. ഈ LDF-നെതിരായിട്ട് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മന്ത്രിസഭയ്ക്കെതിരായിട്ട് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാൻ ശ്രമിച്ച എല്ലാ വ്യാജമായ പ്രചരണങ്ങളെയും മറികടന്ന് മാർച്ച് 31-ന് ട്രഷറി അതിന്റെ ഏറ്റവും ഉജ്ജ്വലമായ രൂപത്തിൽ ഉയർത്തി. ഇതാ LDF കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ തിളക്കത്തോടെ. ഇവിടെ കോട്ടയത്ത് നാം തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും മത്സരിക്കുമ്പോൾ ആ മത്സരത്തിനിടയിലേക്ക് BJP-ക്ക് വേണ്ടി ഒരു കൂട്ടർ കടന്നു വന്നിരിക്കുന്നു. മത്സരിക്കുന്നത് BDJS ആണ്. BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ന് കേരളത്തിനകത്ത് 10 കൊല്ലക്കാലമായി മാരീത രാഷ്ട്രീയം പയറ്റുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. RSS-ലേക്ക് ഈ കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സമുദായത്തിൽപ്പെട്ട മനുഷ്യരെ കൂട്ടിക്കൊണ്ടുപോവുക എന്ന രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടോടുകൂടി 10 കൊല്ലക്കാലമായി പ്രവർത്തിക്കുന്ന ഒരു മാരീത രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമാണ് BDJS. പക്ഷെ 10 കൊല്ലമായിട്ടും അവർക്ക് ഗതി പിടിക്കാനായിട്ടില്ല. പഞ്ചായത്തുകൾ ജനപ്രതിനിധികളെ വിജയിപ്പിക്കാനായിട്ടില്ല. പഞ്ചായത്തുകൾ ജനപ്രതിനിധികളെ ജയിപ്പിക്കാത്തവരാണോ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ പോകുന്നത്? വളരെ സമുജ്വലമായ ഒരു പാരമ്പര്യമാണ് ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾക്കുള്ളത്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നാണോ BDJS മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം? അതാണോ RSS മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം? ഉത്തർപ്രദേശിൽ ഠാക്കൂർ എന്ന് പറയുന്ന ജാതി വിഭാഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായി കായിക ശക്തിയെ അഴിച്ചുവിട്ട് കലാപം സംഘടിപ്പിച്ചതുപോലെ ഈ കേരളത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കാൻ ഒരു സമുദായത്തെ കിട്ടുമോ എന്ന കാഴ്ചപ്പാടിൽ ആരെങ്കിലും ഇറങ്ങി തിരിച്ചാൽ ഇത് കേരളമാണ്, തിരിച്ചടിക്കും ഈ കേരളം, തിരിച്ചടിക്കും ഈ കോട്ടയം എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന മുന്നേറ്റമാണ് നാം നടത്താൻ പോകുന്നത്. കാവലുണ്ട് ഇടതുപക്ഷം. മതന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കാൻ നിങ്ങൾ ഏതായുധപ്പര കൊണ്ട് മൂർച്ച കൂട്ടിയാലും മണിപ്പൂരുകൾ ആവർത്തിക്കാൻ വന്നാലും കാവലുണ്ട് ഇടതുപക്ഷം. മണിപ്പൂരിലേക്ക് പോയ MP-മാരുടെ സംഘത്തിൽ തോമസ് ചാഴിക്കാടൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അഭിമാന പുരസ്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 100-ൽ 100 നേടിയൊരു ജനപ്രതിനിധിയുമായി, കോട്ടയത്തിന്റെ വികസനത്തെ ഉയർത്തിപ്പിടുത്ത ജനപ്രതിനിധിയുമായി അഭിമാന പുരസ്സരം വീടുകളിലേക്ക് വരുന്നു. ഇതാ തോമസ് ചാഴിക്കാടൻ, ഇതാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഇതാ കേരള സർക്കാർ, മതനിരപേക്ഷ കേരളത്തിന് വേണ്ടി വോട്ട്.